ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് അട്ടപ്പാടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്രയാണ്. എന്റെ വീട്ടിലെ പോരാളിയുടെ ഫേവറേറ്റ് സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ട്രിപ്പിന്റെ ഒരു ഡിസ്കഷൻ വന്നാൽ ഉടനെ പുള്ളിക്കാരെ സജസ്റ്റ് ചെയ്യുന്നത് ഊട്ടിയാണ്. ഇതും കൂടെ കൂട്ടി ദൈവം സഹായിച്ച് 4ാമത്തെ വട്ടമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇളയ സന്താനത്തിന് ശൂശു പോകാൻ വേണ്ടി നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി. അവന്റെ നഗ്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന കണ്ട് ഓടി വരികയാണ് അവൻ എന്നെ തല്ലിക്കൊല്ലാൻ. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് അവിടെ എത്തിയപ്പോഴത്തേനും രാത്രിയായി. സോ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. എന്റെ ചെറിയ സഹോദരൻ ഇതാവനോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വണ്ടി ഓടിച്ച് ക്ഷീണിച്ചില്ലെങ്കിൽ ഞാൻ ഓടിക്കാൻ കുറച്ചായിരുന്നു. അപ്പ ഓൺ ദി സ്പോട്ട് റിജക്ട് ചെയ്തു. അതിനവൻ തെറ്റി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് അത് അങ്ങോട്ട് നടത്തി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പറയാണ് എനിക്ക് കാറ് മാത്രമല്ല ബൈക്ക് ഓടിക്കണമെന്ന്. ചെറുക്കന്റെ ഓരോ ആഗ്രഹങ്ങളെ. അങ്ങനെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് എല്ലാവർക്കും ഹൊറർ ഹൗസിൽ കയറാനുള്ള ടിക്കറ്റ്സ് എടുത്തു. ലോജിക്കലി ഇതെല്ലാം ക്രിയേറ്റഡ് ആണെന്ന് അറിയാമെങ്കിൽ പോലും എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര പേടിയാണ് ഈ ഒരു സംഭവം. ഇവിടെ ഒരു കൂട്ട ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുപ്പിച്ച് ഞാനും ഉമ്മയും പറയുന്നു കയറണ്ടാന്ന്. പുരുഷ കേസരികളെല്ലാം ഒരേ സ്വരത്തിൽ കയറാം. അങ്ങനെ ഒരു ജംഗിളിൽ കയറാൻ തീരുമാനിച്ചു. പക്ഷെ ഇരുട്ട് കണ്ടതോടെ അവിടെയും കയറാൻ ഞങ്ങൾക്ക് പേടിയായി. പിന്നെ ഞങ്ങൾ അവരെ നിർബന്ധിച്ച് മിറർ ലൂപ്പിന്റെ അകത്ത് കയറ്റി. സംഭവം വലിയ രസമൊന്നുമില്ല, ബോറിംഗ് ആയിരുന്നു. പുരുഷ കേസരിയുടെ അനിഷ്ടം ത്രൂ ഔട്ട് ജേണിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എവിടേക്കോ പോയി ഞങ്ങൾ എങ്ങനെയൊക്കെയോ തിരിച്ചിറങ്ങി. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചെറുക്കൻ ട്രെയിനിൽ കയറിന്റെ പോലെയുള്ള എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മളൊരു തേയിലത്തോട്ടം കണ്ടപ്പം അവിടെ ഒന്ന് ഇറങ്ങി. ഞങ്ങൾ ഈ തേയില വരയ്ക്കുന്ന പെമ്പിളാരുടെ കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പം ബാഗും ക്യാപ്പും ഒക്കെ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ആരെ ഓർമ്മ വരുന്നത് ഒന്ന് കമന്റ് ചെയ്യൂ.